വൈറ്റ് ലക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേ വീണ്ടും നല്ലൊരു ദിവസം വന്നേക്കാണ് കേട്ടോ. അപ്പം ഇന്ന് സ്കൂളില്ലാത്ത ദിവസമാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഷെയർ ചെയ്യണത്. അപ്പോൾ പതിവ് പോലെ തന്നെ ഞാൻ നോർമൽ എണീക്കുന്ന ടൈമിൽ തന്നെ എഴുന്നേറ്റായിരുന്നു. ഇന്നാണെങ്കിൽ രാവിലെ ഇന്ന് ജിമ്മിൽ പോകണില്ല. ഇന്നത്തേന് പകരം നാളെ ആഴ്ചയിൽ ഒരു ദിവസം പോവാറില്ല. അപ്പം ഇന്നാക്കാം ആ ദിവസം എന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റേതായ കാര്യങ്ങളൊക്കെ വേഗം കംപ്ലീറ്റ് ചെയ്യണമല്ലോ, പണികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് ബേസിക്കായിട്ട് രാവിലെ എണീറ്റിട്ട് വീട്ടിൽ കുറച്ച് ഇന്നലത്തെ കുറച്ച് പണികൾ ബാക്കി ഉണ്ടായിരുന്നതും അങ്ങനത്തെ വീട് അടിച്ചു വാരാൻ അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വേഗം ചെയ്ത് തീർത്തിട്ടാണ് കുക്ക് ചെയ്യാൻ വേണ്ടി വന്നതേക്കണത് കേട്ടോ. അപ്പം ഇന്ന് പനീർ ബട്ടർ മസാലയും ചപ്പാത്തി ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ചപ്പാത്തിക്കുള്ളതൊക്കെ കുഴച്ച് അവിടെ ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ബാക്കി പനീറിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി സവോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എടുത്തിട്ട് ഇത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പനീർ പിന്നെ ഫസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തൊന്ന് ആദ്യം മാറ്റാണ്. പിന്നെ ഗ്രേസിന് നല്ല ഇഷ്ടമാണ് പനീർ ബട്ടർ മസാലയിൽ പനീർ മാത്രം എടുത്ത് കഴിക്കും. അതിൻ്റെ ആ ഒരു ഗ്രേവി സാധനങ്ങളൊന്നും അവൾ അങ്ങനെ കഴിക്കില്ല, കുറച്ച് ടേസ്റ്റ് ചെയ്യുന്നു മാത്രം. പക്ഷേ നമ്മൾ ജസ്റ്റ് ഫ്രൈ ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ പനീർ കൊടുക്കുകയാണെങ്കിലും പനീർ ബട്ടർ മസാലയുടെ അത്ര ഇഷ്ടമില്ല, അങ്ങനെയാണ്. പക്ഷെ അവൾക്ക് ആ ഗ്രേവി വേണം, എന്നാൽ ആ ഗ്രേവി ഫുള്ളും കഴിക്കില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നലെ പൊടിച്ചു വെച്ച ഗരം മസാല എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, മിക്സഡ് ജാറിൽ തന്നെ ഇരുന്നായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് മാറ്റി. പിന്നെ ഞാൻ കാഷ്യൂ നട്ട്സ് ചൂടുവെള്ളത്തിൽ കുതിർത്താനിട്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കാണ്. ഞാൻ ആ ജാറ് കഴുകിയില്ലായിരുന്നു കേട്ടോ, കാരണം നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യും, എന്തായാലും അതിൻ്റെ ഫ്ലേവർ വരുമല്ലോ. പിന്നെ അതിന് വേണ്ടി ഇത് വെറുതെ കഴുകി കളയണ്ട എന്നുള്ളൊരു ചിന്തയും കൂടി വന്നു. അപ്പോൾ അങ്ങനെ കാഷ്യൂ നട്ട്സ് ഞാൻ പേസ്റ്റ് ആക്കി തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ പനീർ ഞാൻ ഫ്രൈ ചെയ്തത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടുള്ളൂ, അതൊന്ന് മാറ്റി വെച്ചു. പിന്നെ നേരത്തെ ഞാൻ കട്ട് ചെയ്ത ഐറ്റംസിനൊക്കെ ഒന്ന് വാട്ടി നല്ല ചൂടോടി തന്നെയാണ് മിക്സഡ് ജാറിൽ ഇട്ടേക്കണേ. പക്ഷേ ചൂടാറിയിട്ടാണ് കേട്ടോ ഞാൻ അരയ്ക്കാൻ പോണത്. ഞാൻ ഫാനിൻ്റെ അടിയിൽ വെച്ച് നല്ലോണം ചൂടാറ്റിയായിരുന്നു. അപ്പോൾ ഇതിനൊന്ന് പേസ്റ്റാക്കി ആദ്യം എടുക്കണം. When we were young, running from all things at once, without thinking twice. And I knew it would catch up, and that we would be the ones left behind. The stories I've been told. അപ്പം മിക്സിയുടെ ജാറിൽ അരച്ചായിരുന്ന നമ്മുടെ തക്കാളിയും സവോളയുടെയും ഒക്കെ പേസ്റ്റ് ഞാൻ നല്ലോണം ഒന്ന് ചൂടാക്കി അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതും ഒന്ന് തിളച്ചൊന്ന് റെഡിയായി കഴിഞ്ഞപ്പോൾ കാഷ്യൂ നട്ട്സ് അരച്ചായിരുന്ന അതും കൂടി ഇട്ടു. അപ്പോൾ ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഞാൻ ഗരം മസാല ഇടാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ കുറച്ച് ഗരം മസാലയും കൂടി ഇടണം. പിന്നെ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ ഉപ്പ് ബാലൻസ് ചെയ്യാനുള്ള ഉപ്പും കൂടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ചൊന്ന് ഒന്ന് സെറ്റ് ആവട്ടെ. അപ്പോൾ ഈ പനീറിനെയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് റെഡിയായി കഴിയുമ്പോൾ ഇതിൽ കസൂരിമേത്തിയും മല്ലിയിലയും പിന്നെ ബട്ടറും കൂടെ ഒക്കെ ഇട്ട് നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാൻ. വന്നിട്ട് വേണം ചപ്പാത്തിയൊക്കെ പരത്താൻ. ഇന്ന് ഗ്രേസിന് സ്കൂളില്ല, സ്റ്റീവന് ഉണ്ട്. അപ്പോൾ സ്റ്റീവന് കൊണ്ടാക്കണം. അപ്പം അതിന് മുമ്പ് ഇനി അവരെ എണീപ്പിക്കൽ കാര്യങ്ങൾ. ഗ്രേസ് ആണെങ്കിൽ എണീറ്റ് വന്നോളും, സ്റ്റീവും അവൻ്റെ ടൈം ആകുമ്പോഴേക്കും ഇങ്ങനെ എണീക്കുള്ളൂ. എന്നാലും ഇന്ന് ഗ്രേസ് ഉള്ള കാരണം ബാഗ് എണീക്കാനും മതി. അങ്ങനെ അപ്പോൾ ഈ ഫ്രഷ് ക്രീമും കൂടിയും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ടാണ് ഫ്രഷ് ക്രീം. അപ്പോൾ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഉപ്പൊക്കെ കൂടി ഒന്നൊക്കെ നോക്കി ഒന്ന് ബാലൻസ് ചെയ്ത് മാത്രം മതി. നമ്മുടെ പനീർ ബട്ടർ മസാല അങ്ങനെ റെഡി ആവും കേട്ടോ.
is gone and I grew up. I somehow made it through without losing sight. And I still wonder where you are, and if you found a way out from the dark. The stories I've been told, they never seem to leave my mind. And this road that I am on, I gotta stay here for some time. From all things at once, without thinking twice. And I knew it would catch up, and that we would be the ones left behind. The stories I've been told, they never seem to leave my mind. And this road that I am on, I gotta stay here for some time. Time is gone and I grew up. I somehow made it through without losing sight. And I still wonder where you are, and if you found a way out from the dark. The stories I've been told, they never seem to leave my mind. This road that I am on, I gotta stay here for some time. അങ്ങനെ ദേ ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. ഗ്രേസ് എണീറ്റിട്ടുണ്ട് കേട്ടോ. ഗ്രേസ് എണീറ്റ് കുറച്ച് നേരമായി. അപ്പോൾ കുർണിക്ക് ഞാൻ ഫുഡ് കൊടുക്കുമെന്ന് വെച്ചപ്പോൾ അതേ അവൾ അത് കൊണ്ടുകൊടുക്കാൻ ബിസ്ക്കറ്റ് കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോയേക്കാണ്ട. അപ്പോൾ ഇന്നലെ കൊടുത്ത് ചോറ് തട്ടിയിട്ടിട്ടുണ്ട്, ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, രാത്രി കൊടുത്തായിരുന്നത്. പിന്നെ രാത്രി നല്ല മഴയും പെയ്തായിരുന്നു. അങ്ങനെ ഗ്രേസ് സ്റ്റീവിനൊക്കെ റെഡിയാക്കി ഫുഡൊക്കെ കൊടുത്ത് ലഞ്ചൊക്കെ ഉണ്ടാക്കി അതൊക്കെ പാക്ക് ചെയ്തതേ സ്റ്റീവിനെ ഞങ്ങളിതേ പ്ലേ സ്കൂളിൽ കൊണ്ടാക്കാണ്. ഇന്നാൾ ഹാപ്പിയാണ് കേട്ടോ ചേച്ചി ഉണ്ടെങ്കിലും. അപ്പോൾ സ്റ്റീവിനെ കൊണ്ടാക്കി ഞങ്ങളിതേ നമ്മുടെ ഫാം ഹൗസിലെത്തി. അപ്പോൾ ഇവിടെ ഇന്ന് പണിക്കൊരു ചേട്ടനുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടന് ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ച കൂട്ടത്തിൽ സണ്ണി ചേട്ടനും മേടിച്ചായിരുന്നു ഫുഡ്. അപ്പോൾ ഗ്രേസും അപ്പയും കൂടി ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് സണ്ണി ചേട്ടനെ അന്വേഷിക്കേണ്ട കേട്ടോ, എവിടെയാണ് സണ്ണീനെ കാണാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്. സണ്ണി ചേട്ടൻ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും, അധികം വൈകില്ല, കുറച്ചധികം പണിയുടെ ഉള്ളിലാണ്, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഒന്നും ഇടാണ്ടിരിക്കണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വേഗം വരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധിക ദിവസം ഇല്ല കേട്ടോ, അപ്പോഴേക്കും സണ്ണി വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഇനി ഞാൻ 2 വീലർ കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവാണ്. ഞാനും ഗ്രേസും കൂടി പോകാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വിചാരിച്ചു പുളി കറി വയ്ക്കാനല്ല, ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇരുമ്പുളി പൊട്ടിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. അമ്മയ്ക്ക് വായിക്ക് രുചിയില്ല, വായിക്ക് രസമില്ല എന്നാണ് ഇപ്പോഴും പറയണേ. ഇന്നലെ മാങ്ങ കൊടുത്തു. ഇങ്ങനെ ഓരോ ദിവസം എന്തെങ്കിലും പുളിയുള്ള ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ കുറച്ച് കിട്ടിയാലും മതി. അപ്പം ഇങ്ങനെ ഇരുമ്പുളി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ പുളീനെ ഡയറക്റ്റ് പച്ചനെയല്ല ഉണ്ടാക്കണം, ചതയ്ക്കണതൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് പുളീനെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ 3-4 പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസുമൊന്ന് വെച്ചിട്ടൊന്ന് തിളപ്പിക്കണം, ഒന്ന് പുളീനൊന്ന് വാട്ടി എടുക്കണം. അത്രയും മാത്രം ചെയ്യണുള്ളൂ ആദ്യം. അപ്പം അങ്ങനെ ദേ നമ്മുടെ പുളി അവിടെ നിന്ന് തിളക്കട്ടെ. എൻ്റെ ഗ്യാപ്പിൽ ചെറിയുള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തായിരുന്നു. ചെറിയുള്ളിയും നാടൻ പച്ചമുളകും കൂടി ഞാൻ ദേ ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ കായ ഉപ്പേരിക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അരിഞ്ഞ് കുക്കറിലൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ ചാറ് കറി ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ അടുത്ത് കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ സന്തോഷം. അങ്ങനെ നമ്മുടെ പുളി നല്ലോണം ഒന്ന് ഉടഞ്ഞതായി കഴിഞ്ഞപ്പോൾ ചെറിയുള്ളിയും പച്ചമുളകും ചതച്ചയിലേക്ക് ഇതേ പുളിനെയും കൂടി ഇട്ടിട്ട് നമ്മുടെ ഒരകല്ലിൽ തന്നെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇതാക്കി എടുക്കുകയാണ്. പുളിനെ ടച്ച് ആകുമ്പോഴേക്കും പുളി അങ്ങോട്ട് തളർന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടോടി തന്നെ ചെയ്യാണ്. മിക്സിയുടെ ജാറിൽ നിന്നിട്ട് അടിക്കണില്ല, നമ്മുടെ
ചതയ്ക്കണ കല്ലുണ്ടെങ്കിൽ നല്ലത്, അത് തന്നെയാണ് നല്ലത്. പിന്നെ നമുക്കധികം ചതയ്ക്കേണ്ട ആവശ്യങ്ങളും വന്നില്ല. അപ്പോൾ ഇതിലേക്ക് ഉപ്പിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുകയാണ്. അത്രേ ഉള്ളൂ, നമ്മുടെ ചമ്മന്തി ഇങ്ങനെ റെഡിയാവും. അപ്പോൾ ഇനി ചമ്മന്തിനെ ഒരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്കത്തേക്കുള്ള ചമ്മന്തി അങ്ങനെ റെഡിയാവും. പിന്നെ കായപ്പേരി വേഗം ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ ഇമ്മാനും വന്നിട്ടുണ്ട് കേട്ടോ. മമ്മിയും ഇമ്മാനും കൂടി വന്നായിരുന്നു. അപ്പോൾ മമ്മി പോയി, അപ്പോൾ ഇമ്മാനും മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇമ്മാനും ഗ്രേസും കൂടി അകത്ത് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റീവനെ കൊണ്ടുവരാൻ പോകുമ്പോൾ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചേക്കണേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചമ്മന്തിക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി അമ്മയ്ക്ക് ഫുഡൊക്കെ കൊടുക്കട്ടെ കേട്ടോ. ഞങ്ങളും ഫുഡ് കഴിക്കട്ടെ, സനയേട്ടൻ പിന്നെ കഴിക്കാൻ വരില്ല. അങ്ങനെയാണ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതേ ഞങ്ങൾ സ്റ്റീവനെ പോയി എടുത്തു. ഭയങ്കര ഹാപ്പിയാണ്. ചേട്ടനും ചേച്ചിയും കൂടെ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഞങ്ങൾ ഇനി എൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇവരെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കാൻ പോകണ്ട, അവരോട് കളിക്കാൻ വേണ്ടി അങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ബൈ ബൈ. And I knew it would catch up.